ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റംസാണ്. പുറമെ നല്ല ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും സ്പൈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള 3 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വലിയുള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, അതേപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത ആ വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെയൊക്കെ പച്ചമണം മാറി നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചില്ലി ഫ്ലക്സ് ആണ്. നമ്മളെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് ചിക്കൻ്റെ മസാല. അപ്പോൾ ഒരു നുള്ള ചിക്കൻ്റെ മസാല അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരു സ്പൂണോ വിക്സോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാക്കുന്നത് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടത് പ്രധാനമായിട്ട് ബ്രെഡാണല്ലോ. ആ ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് കുറച്ച് ഷേപ്പ് ഒന്ന് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഒരു കോയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പാക്കി കൊടുക്കുകയാണ്. 4 മൂലയും ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ശേഷം ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിൻ്റെ സൈഡ് ആവശ്യമുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞാനിതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 മുട്ട ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു മുട്ട 4 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ വെള്ളം ഒന്ന് കളയാണ്. അതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിന് കുറച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഈ മൂലയിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് നിങ്ങൾ കൂടുതൽ സമയം വെള്ളത്തിലിട്ട് ഇട്ടാൽ അധികം കുതിർന്ന് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വെള്ളം കളയാൻ നോക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് ഞാനിത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ റോളുണ്ടല്ലോ, ഇതിലിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ മുഴുവൻ റോളും ഇതേപോലെ ഒന്ന് ഈ മൈദപ്പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു എഗ്ഗിൻ്റെ മിക്സ് തയ്യാറാക്കി വെച്ചില്ലേ, അതിലിട്ടിട്ട് നമുക്ക് ഓരോ റോളും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ആ ചില്ലി ഫ്ലക്സൊക്കെ ഇട്ട ആ എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തോടുകൂടി തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് തന്നെ. അപ്പോൾ ഞാനിതാ മുഴുവനും എഗ്ഗിൻ്റെ മിക്സിലും അതേപോലെ നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ഇവിടെ ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ ബ്രെഡിൻ്റെ ക്രാംസ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്തതും ഓരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായ സ്നാക്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഉള്ളിലെ എഗ്ഗിൻ്റെ മസാല അതേപോലെ പുറമെ ആ ബ്രെഡിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സംഭവം വരുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.